ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ വീട്ടിലും വെജിറ്റബിൾസൊക്കെ ആയിട്ട് ഒരുപാട് വലിയ മാവും അതേപോലെ ചെറിയ മാവൊക്കെ ഒരുപാടുണ്ടെങ്കിലും അതിൻ്റെ മാങ്ങ പറിച്ച് നമ്മൾ കറി വയ്ക്കുകയും അച്ചാറിടുകയും ചെയ്യാറ്. വേറെ ഒന്നും തന്നെ നമ്മൾ ചെയ്യാറില്ല. പക്ഷേ അതിൻ്റെ ഇല കൊണ്ടുള്ള യൂസ് നമുക്ക് എത്രയാണെന്ന് നമുക്ക് ഇതുവരേക്കും അറിയില്ലായിരുന്നു അല്ലേ. പണ്ട് കാലത്ത് ഈ ഇല വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കുന്നതായിട്ട് അറിവുണ്ട്. അധികം മൂക്കാത്ത ഇല പറിച്ചിട്ട് അതിൽ വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഇല കൊണ്ട് നമ്മുടെ വീട്ടിലെ ക്ലീനിങ് ഒക്കെ നടത്തുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? അപ്പം അത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ കുറച്ച് പഴുത്ത ഇലകൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് വെച്ചാണ് ഇന്നത്തെ നമ്മൾ ക്ലീനിങ് നടത്തുന്നത്. അപ്പോൾ ഈ എടുത്ത ഇലകളൊക്കെ നല്ലോണം കഴുകിയിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇടുന്നത്. അതാകുമ്പോഴത്തേക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ സാധിക്കും. എല്ലാ ഇലകളും അരിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ ക്രഷ് ചെയ്തിട്ട് വരാം. ഈ സമയം തന്നെ ഞാൻ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്തിട്ടുള്ള ഒരു മാവിൻ്റെ ആ ഇല നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ക്രഷ് ചെയ്ത ഈ ഒരു ഇല വെച്ചിട്ടുള്ള സൊല്യൂഷനാണ് നമ്മൾ ക്ലീനിങ്ങായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളച്ചെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ആ ഒരു മാവിലെ സദ്യയെല്ലാം നമ്മുടെ വെള്ളത്തിലോട്ട് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലോട്ട് ഞാനൊരു 3 ഡ്രോപ്സോളം നീലമാണ് ചേർക്കുന്നത്. നീലം എന്ന് പറയുമ്പോഴത്തേക്ക് ഉജാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം കൂടി ആ ഒരു വെള്ളത്തിനെ തീ കുറച്ചിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. അതിനുശേഷം തീ അണച്ച് വയ്ക്കൂ. ആ ഒരു വെള്ളത്തിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ കൊത്തിൻ്റെ ആവശ്യമില്ല. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പാത്രങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രങ്ങൾ കഴുകിയെടുക്കുക ആദ്യം കാണിക്കുന്നത്. നമ്മൾ ഈ സൊല്യൂഷനിൽ ഇങ്ങനെ ഈ കൊത്തൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഞാൻ ഈ പാത്രം കഴുകാൻ വേണ്ടി എടുത്ത കുറച്ച് വെള്ളത്തിലോട്ട് നമ്മുടെ ബിംബാറിൻ്റെ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വീട്ടിൽ പലരും പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ജെല്ല് പോലുള്ളതും അല്ലെങ്കിൽ ലോഷൻ പോലുള്ളതുമായിട്ടുള്ള ലിക്വിഡ് പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യണം. പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ നന്നല്ല. കാരണം നമ്മൾ പാത്രങ്ങളിലും കഴുകി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സ്മെല്ല് കാണാം. അപ്പോഴത്തേക്കും അത് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം എഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് പകരം നമ്മളിങ്ങനെ നാച്ചുറലായിട്ടുള്ള മാവിൻ്റെ ഇലയും അതേപോലെ തന്നെ നമ്മുടെ വേപ്പിൻ്റെ ഇലയൊക്കെ ഉള്ള യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാക്കില്ല. നമുക്ക് ആ ഒരു സോപ്പിൻ്റെ ഇതുകൊണ്ടൊരു ക്ലീനിങ്ങും കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഈ മാവിൻ്റെ ഇലയുടെ ആ ഒരു സ്മെല്ലൊക്കെ ആകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും കിട്ടുന്നത്. ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം ഈ ഒരു മാവിൻ്റെ ഇലയുടെ സൊല്യൂഷൻ കൊണ്ടിട്ട് നല്ലതുപോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് തന്നെ കാണാൻ പറ്റും നല്ലതുപോലെ തന്നെ വൃത്തിയായിട്ടുണ്ട്. ഈ ചായക്കറയും അതേപോലെ തന്നെ നമ്മുടെ പാലിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മാറിക്കിട്ടും. നമ്മൾ നാരങ്ങയുടെ സ്മെല്ലൊക്കെ നമ്മളുള്ള ജെല്ലൊക്കെ മേടിക്കാറുണ്ട്, ലിക്വിഡൊക്കെ മേടിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ആ സ്മെല്ല് എപ്പോഴും നമുക്കത് പിടിക്കില്ല. പക്ഷേ ഇത് മാവിൻ്റെ ഒരു ഇലയുടെ സ്മെല്ല് നമുക്ക് ഒരു അരോചകം തോന്നിക്കാറില്ല. ഞാൻ ബാക്കി വന്ന ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ വാഷ് ബേസിനും കഴുകുന്നുണ്ട്. വാഷ് ബേസിൻ മാത്രമല്ല നമ്മുടെ ഗ്യാസിൻ്റെ ടോപ്പൊക്കെ നല്ലതുപോലെ തന്നെ ഇത് കഴുകിയെടുക്കാൻ പറ്റും. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ അത് കഴുകിയെടുക്കുന്നത് കാണിക്കുന്നില്ല. ഞാൻ ഇത് വെച്ച് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇത് 2 ദിവസത്തെ ഒരിക്കൽ ഞാൻ ഇത് പോലെ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാറുണ്ട്. ശരിക്കും നല്ലൊരു ഫ്രഷ് ആയിട്ടൊരു സ്മെല്ലാണ് വരുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ നോമ്പ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് വെജിറ്റബിളും അതേപോലെ തന്നെ നോൺ വെജും ഒക്കെ കഴുകിയിട്ട് നമ്മുടെ വാഷ് ബേസിലിടാറുണ്ട്. പക്ഷേ ആ ഒരു സ്മെല്ല് നമ്മുടെ വാഷ് ബേസിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ ശരിക്കും ഉപയോഗപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അധികം പൈസ മുടക്കോ ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബേസൻ മാത്രമല്ല, നമ്മുടെ പരിസരത്തുള്ള ആ ഒരു ടൈലും ഒക്കെ നമുക്കിത് വെച്ച് നല്ലതുപോലെ തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും.
വേണ്ടോ നമ്മുടെ ടൈലൊക്കെ നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ തിളങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ബാക്കി വന്ന ആ ഒരു സൊല്യൂഷൻ ഞാൻ ബക്കറ്റിലോട്ട് ഒഴിച്ചു വിട്ടിട്ടുണ്ട്. അതിലോട്ടൊരു 3 ഡ്രോപ്സോളം നമ്മുടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷാമ്പൂ എന്ന് പറയുമ്പോഴത്തേക്കും അധികം സ്മെല്ലൊന്നും ഇല്ലാത്ത സാധനമാണ്. നമ്മൾ തലയിൽ തേക്കുമ്പോഴത്തേക്കും അധികം കുഴപ്പങ്ങളൊന്നും കാണാവില്ല. അപ്പോൾ ആ ഒരു സ്മെല്ലിൻ്റെ എഫക്റ്റ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഒരു പതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷാമ്പൂ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മളെ റൂമൊക്കെ നല്ലതുപോലെ തന്നെ തുടച്ചെടുക്കാൻ സാധിക്കും. നമ്മുടെ മാവിൻ്റെ ഇലയുടെ ആ സ്മെല്ല് നമുക്ക് എടുത്ത് അറിയാൻ പറ്റും. നല്ല ഫ്രഷ്നെസ് നമ്മുടെ റൂമിലൊക്കെ തോന്നിക്കാനും ഈ ഒരു മാവിലയുടെ സൊല്യൂഷൻ കൊണ്ടുള്ള ഇത് വെച്ച് നമ്മൾ തുടയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അനുഭവപ്പെടും. നോമ്പൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്താകുമ്പോഴത്തേക്കും ഹാർഷായിട്ടുള്ള സ്മെല്ലൊക്കെ നമുക്ക് ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടാക്കും അല്ലേ. അപ്പം ഈ ഒരു സ്മെല്ലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.